ഏജൻസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സോണി, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ സോണിയുടെ ഒരു 45 TV ആണ്. സോണിയുടെ ഒരു 8 വർഷത്തോളം പഴക്കമുള്ള ഒരു 45 TV ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. ഇത് നമ്മൾ ഓണാക്കിയാൽ സോണിയിൽ നിന്ന് വന്നു, ഓഫായി പോയി, എന്നാൽ ഓണായി വരും, വീണ്ടും ഓണായി വന്നു കഴിയുമ്പോൾ നമുക്കൊരു 2 മിനിറ്റിനാണ് വീണ്ടും അത് റീസ്റ്റാർട്ടായി. 2 മിനിറ്റ് ഇല്ല, 10 സെക്കൻഡിനാണ് റീസ്റ്റാർട്ടായി, വീണ്ടും സോണിയിൽ നിന്ന് വന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം സ്റ്റാൻഡ് ബൈയിലേക്ക് പോകും, 6 ടൈംസ് ബ്ലിങ്കിങ് ഒക്കെ വരും. അപ്പോൾ അത് ഈ മോഡൽ സെറ്റിന് ബാക്ക് ലൈറ്റ് ആണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ബാക്ക് ലൈറ്റ് കൊണ്ട് മാത്രം ഇതിന് വരാറില്ല. ബാക്ക് ലൈറ്റ് കംപ്ലയിൻറ്റ് ഇതിന് കുറവാണ്. പക്ഷേ കംപ്ലയിൻറ്റ് സിസ്റ്റം കണ്ടാൽ നോക്കിയോ, കംപ്ലയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ആണെന്ന് തോന്നും. ചാടി കയറി ബാക്ക് ലൈറ്റോ പാനലോ അടിക്കരുത്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള വളരെ തിന്നായിട്ടുള്ള എഡ്ജ് LED ഉള്ള സെറ്റാണ്. ഇതിന് 90% വരാറ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഇൻവെർട്ടർ കാർഡുണ്ട്, ഒരു ബോർഡുണ്ട്, അത് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റായിരിക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, യൂട്യൂബിൽ ഞങ്ങളുടെ ചാനൽ കണ്ടു എന്ന് വെച്ച് ആരും ഇത് അനുകരിക്കരുത്. പാനൽ മാറിയേക്കാം, അത് പാനൽ ഉള്ളിത്തോടിൻ്റെ കനമുള്ളൂ, അത് പൊട്ടിപ്പോകും. അറിയാവുന്ന ടെക്നീഷ്യന്മാരുടെ കൊടുത്ത് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഇതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് കാണിക്കുന്നുള്ളൂ ഉള്ളൂ. തന്നെ നിങ്ങളിത് ചെയ്ത് സാധനം നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അറിയാവുന്ന ടെക്നീഷ്യന്മാരെ തന്നെ നമ്മൾ കാണിക്കുക. അവരെ കൊണ്ട് തന്നെ നമ്മൾ ഏത് കമ്പനിയുടെ TV ആണെങ്കിലും അതിൻ്റെ 80% റേറ്റും പാനലിൻ്റേതാണ്. അതറിയാൻ മേലാതെ അഴിച്ചാൽ ആ പാനേജ് ഡാമേജ് ആയി പോകും. ആരോ കഴിഞ്ഞ ദിവസം പറയുന്നത് ബാക്ക് ലൈറ്റ് തന്നെ മാറിയാൽ മതി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിരിക്കുന്നുണ്ട് വീഡിയോ. അതിൽ തന്നെ മാറി അവസാനം അയാളുടെ പാനൽ പൊട്ടിപ്പോയി. ഈ മാറാന്ന് പറഞ്ഞവൻ്റെ പൊട്ടിപ്പോയിട്ട് പിന്നെ വീഡിയോയിൽ അവൻ പാനൽ ഇട്ടത് കാണിച്ചില്ല. അവൻ ബാക്ക് ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ അവൻ പൊട്ടിപ്പോയെന്ന് ഞാൻ അറിഞ്ഞു. അത് പൊട്ടിപ്പോയി കഴിഞ്ഞ് പിന്നെ ഇത് മാറിക്കഴിഞ്ഞുള്ള റിസൾട്ട് ഇട്ടിട്ടില്ല, കാരണം പാനൽ പോയി. അപ്പോൾ അങ്ങനെ പാവപ്പെട്ടവരുടെ പാനൽ കളയാനുള്ള ഉടായ്പ വീഡിയോകളൊക്കെ കണ്ടിട്ട് നിങ്ങളാരും അതിനൊന്നും ശ്രമിച്ചേക്കല്ലേ. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ടെക്നീഷ്യനാണ്, ഭയങ്കര കഴിവാണ് എനിക്ക്, ഭയങ്കര ബുദ്ധിമാനാണ്. എൻ്റെ ഭാര്യയ്ക്ക് അപ്പൻഡിസൈറ്റിസിൻ്റെ അസുഖമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ആണെന്ന് വിചാരിക്കുക. എനിക്കിതെല്ലാം അറിയാവുന്ന ആളാണ്. ഞാൻ ഓപ്പറേഷൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ഓരോ ജോലിക്കും ഓരോരുത്തരുണ്ട്. ടെക്നീഷ്യന്മാരുടെ ജോലി ടെക്നീഷ്യന്മാർ ചെയ്യട്ടെ, ഡോക്ടറുടെ ജോലി ഡോക്ടർ ചെയ്യട്ടെ, കർഷകൻ്റെ ജോലി കർഷകൻ ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. എന്ത് ജോലി ചെയ്യുന്നതിന് നമുക്ക് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. എനിക്കേതാണ് പ്രിയം, എനിക്കേതാണ് അറിവുള്ളത്, ഏത് ചെയ്താൽ ഞാൻ ശോഭിക്കുമെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തി നിങ്ങൾ ചെയ്യുക. ഏത് ജോലി ചെയ്താലും അത് മഹത്തരമാണ്. ആ ജോലി ചെയ്ത് സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ആ പണത്തിന് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അല്ലെങ്കിൽ ഒന്നും ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം. പോസി മേലാത്ത രീതിയിൽ വളരണം. ഇതുകൊണ്ടൊന്നും അഴിയല പൊക്കോണം. മിഷൻ തന്നിട്ട് തന്നെ അഴിയലെന്ന് പറയുന്നത്, മിഷനെ കൊണ്ട് അഴിക്കണമെന്നാണ് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. നീ സ്കൂട്ടറുകാരുടെ അടുത്ത് അഴിക്കണ്ടേ, തീരുമാനം ഉണ്ടാണ്. ഈ മിഷനൊക്കെ നിനക്ക് ഞാൻ കൂടി ഒരു മിഷൻ മേടിച്ചു തരാം. ഈ 2 മോട്ടർ മേടിച്ച് തന്നിട്ട് കൊള്ളുകയാണെന്ന് നീ പറയുന്ന സ്ഥിതിക്ക് അത് നിനക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ. അത് പിടിച്ചതിന് ശേഷമേ തിരിക്കാവുള്ളത്. അപ്പോൾ സ്കൂട്ടറുകാരുടെ അടുത്ത് ചെയ്തോ, അതൊന്നും പറ്റിയാലേ. ചുമ്മാ ഈ പിന്നെ സ്ക്രൂ ഡ്രൈവർ, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറൊക്കെ എന്നാ ഉണ്ടായത്? ചുമ്മാ സ്ക്രൂ കളയണ്ട. പോരുന്നുണ്ടോ? ചിലത് പോരും, ചിലത് പോരുകയില്ല. അങ്ങനെയാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയാകാതെ വരുമെന്ന് പണ്ട് ആ കൊച്ചു പറഞ്ഞ പോലെ. ചിലരുടെ ശരിയാവും, എൻ്റെ ശരിയായില്ല, അത്രേ ഉള്ളൂ. സ്ക്രൂ വെച്ചഴിച്ച് സ്കൂട്ടർ വെച്ചഴിച്ചാൽ പടപടയത്ത് കാര്യം നടക്കും കേട്ടോ. ഹോ, എൻ്റെ പൊന്നെ, ഉപയോഗിച്ച് കത്തിപ്പോയാ ബോർഡ്. ഇത് കണ്ടോ? എന്നെ മണം ഇതിനകത്തുനിന്നറിയോ? കരിഞ്ഞ മണം. എൻ്റെ PCB എല്ലാം പൊള്ളി. ഇത് ഈ കോയിൽ കത്തിപ്പോയി. ഈ ബോർഡ് പോയി. ഈ ബോർഡാണ് കംപ്ലൈൻറ്റ്. ഈ ബോർഡ് കംപ്ലൈൻറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, ചാടിക്കയറി LED അഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു.
എല്ലാവരും കയറി LED അടിച്ച് പാനൽ പൊട്ടിച്ച് സെറ്റ് ഇഷ്ടം പോലെ ഇവിടെ വന്നിട്ടുണ്ട്. കത്തിയിരിക്കുക ഇവിടെ എല്ലാം ബോർഡെല്ലാം പൊള്ളി ഇതെല്ലാം കളർ ചേഞ്ച് ആയതാണ്. ഇതെല്ലാം ഇത് കണ്ടില്ലേ, ബ്ലാക്ക് കളറെല്ലാം ചേഞ്ച് ആയതാണ്. അവർ വീട്ടിൽ മണമെടുത്ത് അയ്യാടാ ഇതെല്ലാം ഉരുകി ഒട്ടിപ്പോയി. അയ്യോ, ബോഡി ഉരുകിയിരിക്കുന്നു, കരിഞ്ഞ് ഒട്ടി വല്ലാണ്ടായി. വശം കാണിച്ചേ. ഇവിടെ എല്ലാം ഉരുകി ഒലിച്ച് നശിച്ച്. എൻ്റെ അടിവശം കാണിച്ചേ. അടിയിലൊന്നും കാണിക്കില്ല. ഇത് ടോപ്പ് PCB ആയത് കാരണം മണ്ടയിൽ ആകുമ്പോഴേക്കും. അപ്പോൾ നമുക്കിത് പുതിയതിരിപ്പുണ്ടോ എന്ന് നോക്കാം മക്കളെ, പുതിയതിരിപ്പുണ്ടോ എന്ന് നോക്കാം. ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം കളി നടക്കുകയുള്ളൂ. ഓക്കെ, മൊത്തം കാണിച്ചാൽ ഊഫറൊക്കെ ഉള്ള സെറ്റാണ്. ഊഫറാണിത്. എട്ട് വർഷം 8-9 വർഷം പഴയതാണ്. ഇവിടെയും കരിഞ്ഞ പാടം. അത് വേറെ. ഇത് പുതിയ ബോർഡ്. ഇത് നമ്മുടെ പുതിയ ബോർഡാണ്, സോണി 40 ഇഞ്ച്. ഇത് പഴയ ബോർഡ്. ഇത് പഴയ ബോർഡ്. ഇത് കണ്ട കരിഞ്ഞ് ഇതിന് ബോർഡിൻ്റെ കളറും എല്ലാം മാറി. കണ്ട ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ ഇരിക്കേണ്ട സാധനമാണിത്. കണ്ട ഇതുപോലെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ സെറ്റ് ഓക്കെ ആണെങ്കിൽ സെറ്റ് വർക്ക് ചെയ്യണമല്ലോ. അത് നമുക്കൊന്ന് വർക്കായി പടം വരുമോ നമുക്കൊന്ന് നോക്കാം. രണ്ട് സ്ക്രൂ ഉള്ളതല്ലേ, 2 സ്ക്രൂ എൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സ്ക്രൂ ഇടാം. ഒരു സ്ക്രൂ ഇട്ടേക്കാൻ പോരെ. കാണാമോ? കാണാം. ആർക്ക് കാണാം? നിനക്ക് കാണാമോ ക്യാമറയ്ക്ക് കാണാം? ഡ്രൈവർ ഇത് വന്ന് കാണിയിരുന്നായിരുന്നു. ഇത് സ്പീക്കറിന് ഇപ്പോൾ പിന്നെ കുത്താം. നമുക്കിത് സെറ്റ് അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്ക് ലൈറ്റിന് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ സെറ്റ് ഇപ്പോൾ ആയി. ഇത് സബ് വൂഫറൊക്കെ ഉള്ള ബോർഡാണ്, അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അത് മാറി നിന്നു. ഓക്കെ, ഓണാകാനാണ് സോണിയിൽ നിന്നൊന്ന് എഴുതി അപ്പം തന്നെ ഓണായി. ഗ്രെയിൻസ് വരണം കേട്ടോ, ഓഡിയോയും വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതുണ്ടല്ലോ, പിക്ചർ, സൗണ്ട്. മെനു എടുത്താൽ ഫോട്ടോ, സെറ്റിലെ ഫോട്ടോ ഇത് കണ്ടോ, ബ്രാവിയയുടെ ഫോട്ടോസ്, നമ്മുടെ സോണിയുടെ ക്യാമറയിലെടുത്ത ഫോട്ടോസാണ്. എന്നാ ക്ലാരിറ്റി എണ്ണമുണ്ട്, സൂപ്പർ. ആൽഫ സീരീസ് ക്യാമറയിലെടുത്താണ്, വേൾഡ് നമ്പർ 1 ക്യാമറാസാണ് ആൽഫ. അപ്പോൾ സെറ്റ് റെഡിയായി. അതായിരുന്നു കംപ്ലൈൻറ്റ്. അത് ശരിക്കും അപ്പോൾ ഈ 6 ടൈംസ് പറഞ്ഞാൽ ബാക്ക് ലൈറ്റ് ആണ് എന്ന് മാത്രം ചിന്തിക്കരുതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പല ആൾക്കാർ പറയും 6 ടൈംസ് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ചാടി കയറി വലിച്ചു പറിക്കും. അപ്പം
കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതാകാം എന്നുള്ളതുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവന് ക്യാൻസർ വരെ ആയിട്ട് പനി ഉണ്ടാകാം, ചെറിയ ജലദോഷപ്പനി ഉണ്ടാകാം, ഇപ്പോൾ ഉള്ള സാധനമുണ്ടല്ലോ കൊറോണ, അത് പിടിച്ചിട്ടുള്ള പനിയാകാം. ഇതൊന്നും മനസ്സിലാകാതെ ഡോക്ടർ ഇത് മറ്റേ ഡെങ്കിപ്പനിയാ അല്ലെങ്കിൽ ഇവന് ക്യാൻസറാ എന്ന് ഡോക്ടർ വിധി എഴുതി മെഡിസിൻ തുടങ്ങിയാൽ ആള് തട്ടിപ്പോവും. അതുപോലെ ആയിരിക്കണം ഒരു നല്ല ഡോക്ടറെ പോലെ ആയിരിക്കണം നല്ലൊരു ടെക്നീഷ്യൻ. നമ്മുടെ സെറ്റിന് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് കൃത്യമായി മരുന്ന് കൊടുത്താൽ അവൻ്റെ രോഗം മാറും. അതാണിപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞത്. 6 ടൈംസ് ബ്ലിങ്കിങ്, ബാക്ക് ലൈറ്റ് പോയതാ, എല്ലൊരു പോയതാന്ന് പറഞ്ഞ ഇവിടെ ആൾക്കാർ തുള്ളുന്ന കാണാം. പക്ഷെ അത് ശരിയല്ല. 6 ടൈംസ് ബ്ലിങ്കിങ് ഒരിക്കലും ബാക്ക് ലൈറ്റ് മാത്രം പോയതല്ല എന്ന് മനസ്സിലാക്കി തന്ന. ഓക്കെ, താങ്ക് യു ഫോർ അവർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. 40 ഇഞ്ച് അടിപൊളി TV ആണ്. ഒരു പുതിയ അറിവാണ് ഞാൻ ലോകത്തിന് കൈമാറുന്നത്. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് കിട്ടിയാൽ ഒരു അരമണിക്കൂറെങ്കിലും അതിനെ ഒബ്സർവ് ചെയ്ത് എൻ്റെ കംപ്ലൈൻറ്റ് തീരുമാനിച്ചിട്ട് വേണം അതഴിക്കാൻ. ഇനി ചായ കുടിക്കാൻ പോവാം. ബോർഡ് മാറിയതിന് ശേഷമുള്ള ഒബ്സർവേഷനാണ്. ഹീറ്റുണ്ടോ? അങ്ങനെ ഹീറ്റൊന്നുമില്ല, വളരെ സൈലൻ്റ് ആണ്. നമ്മൾ ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ടിട്ട് വേണം ഇത് ഡെലിവറി ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യണം. ഇങ്ങനെ വർക്ക് ചെയ്ത് കുറച്ചാണ് അരമണിക്ക് പോകാം. കഴിഞ്ഞു എന്തൊരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞില്ല. ഓക്കെ, ഈ തൈരൊക്കെ കാണിച്ചു. ഇത് 120 വാട്ട്സ് പവർ എടുക്കാവുന്ന അടിപൊളി ഒരു പവർ സപ്ലൈ ആണ്. ഇത് നമ്മൾ പ്രീസെറ്റ് ഒന്നും ചെയ്യേണ്ട, അതിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് സെറ്റിൽഡാണ്. പ്രീസെറ്റ് ഇടാനുള്ള ബോർഡിലുണ്ട്, എന്നാലും അതൊന്നും ഇടാതെ അവർ കറക്റ്റ് 24 വോൾട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് 20 AC ഇൻപുട്ട്, എർത്തും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. വേണമെങ്കിൽ നോക്കിക്കോ, ഞാൻ മീറ്ററെ കാണിക്കാം, അതിൻ്റെ ആക്യുറസി കാണിക്കാം. അത് കേട്ടോ, 23.96 വോൾട്ട്, 24.4 വോൾട്ട് കുറവ്. അത്ര ആക്യുറേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. നമ്മുടെ ഡി ക്ലാസ് ആംപ്ലിഫയറിന് ഇച്ചിരി ആംബിയർ വേണ്ടതാണ്. അപ്പോൾ ആംബിയർ വേണ്ട സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് ആദ്യം പൈസ അയക്കുന്നവർക്ക് തരാൻ പറ്റും. ഇതിൻ്റെ ഇനി 8 ആംബിയറും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. ഇത് 6 ആംബിയർ വരെ ഉള്ളൂ, 2 ആംബിയറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ഡി ക്ലാസ് സ്റ്റീരിയോ ആംപ്ലിഫയറിൽ ഒന്ന് കൊടുത്തു നോക്കാനാണ്. പോസിറ്റീവ് വരയില്ലാത്ത സാധനം പോസിറ്റീവ് കൊടുത്തു. ഇതാണ്ട് പോസിറ്റീവ്. ഇത് സപ്ലൈ കൊടുക്കാൻ പോകാം നമ്മുടെ പുതിയ അഡാപ്റ്ററിൽ നിന്ന്. 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ ഇത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ 24 വോൾട്ടിൻ്റെ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷെ കൊടുക്കാനുള്ള വലിയ പവർ കൂടിയ സ്പീക്കർ ഇവിടെ ഇരിപ്പില്ല. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു സാധാ പഴഞ്ചൻ സ്പീക്കറേ ഉള്ളൂ. സോണിയുടെ സ്പീക്കർ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഏതാ വരയുള്ളത്? കണ്ടില്ലല്ലോ. വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറയിലുള്ള വരയാണ്. ഇത് കണ്ടോ, ഈ വയർ ഇത് കണ്ടോ, ഒരു കറുത്ത വര കണ്ടോ, അതിനെ നമ്മൾ നെഗറ്റീവ് കൊടുത്തു, മറ്റേ പോസിറ്റീവ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ കൊടുക്കണം. പോസിറ്റീവ് നെഗറ്റീവും തിരിഞ്ഞു പോകാൻ പാടില്ല. കറണ്ട് ഇപ്പോൾ നമ്മൾ ഊരി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഇതാണ്ട് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഇത് എഴുതിയിട്ടുണ്ട്. കറക്റ്റായി 24 വോൾട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബോർഡാണ്, നല്ല ബോർഡാണ്. ഞാനത് നേരത്തെ പല സാധനങ്ങൾക്ക് ഈ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. വരയുള്ളത് നെഗറ്റീവ്. അങ്ങനെയൊന്നുമില്ലെന്നേ, വരയില്ലാത്ത നെഗറ്റീവ് ഒക്കെ ഏത് നമ്മൾ കൊടുക്കുന്ന പോലെ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ കൊടുക്കുന്നത് ഏതാണോ അത് ഇവിടെയും കൊടുക്കണമെന്ന് മാത്രം. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. സാധാരണ നെഗറ്റീവായിട്ട് കണക്ക് കൂട്ടുന്നത് വരയുള്ളതിനെയാണ്. അത് 5 ആംപിയർ ഉറപ്പായിട്ടും കിട്ടും. 0.27 ഇൻപുട്ട്, 24 വോൾട്ട്, 5 ആംപിയർ, 200 വാട്ട്സ് പ്രൊട്ടക്ഷൻ ഓവർ വോൾട്ടേജ്, ഓവർ കറണ്ട്, ഷോർട്ട് എല്ലാം പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. യൂസ് ഇൻ പാർട്ട് ലൈൻ.
ഇത് 120 വാട്ട്സ്. നല്ലൊരു ബ്രാൻഡാണ്. അവരുടെ ബ്രാൻഡഡ് സാധനമാണ്. ഈ തീരെ കുറഞ്ഞു വരുന്ന ഐറ്റമല്ല, നല്ല ഐറ്റമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചുമ്മാ ഒന്ന് കുത്തി നോക്കാം, ലൈറ്റൊക്കെ തെളിയണം. നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നോ എന്നൊക്കെ അറിയണ്ടേ. ഓക്കെ. കോപ്പിറൈറ്റ് ഉള്ള ഇല്ലാത്ത പാട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിലൊക്കെ കയറ്റണമെന്ന് എനിക്കുണ്ട്. സമയം കിട്ടുന്നില്ല, തല തുടങ്ങാൻ സമയമില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ വല്ലവരുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നല്ല പാട്ടുകൾ, അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അതെൻ്റെ വാട്സാപ്പിൽ ഇട്ട് ഞാനെടുത്ത് പെൻഡ്രൈവിൽ കയറ്റി നിങ്ങളെ കേൾപ്പിക്കാം. ഞാനത് കുറേ ഉണ്ട്, യൂട്യൂബ് തരുന്ന കുറേ പാട്ടുകളുണ്ട്. സമയം ഇല്ലെന്ന് പറയരുത്, എല്ലാവർക്കും സമയമുണ്ട്. നമുക്ക് സമയം എല്ലാവർക്കും സമയമുണ്ട്, സമയം തികയുന്നില്ലെന്നും പറയരുത്. എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ സമയവും സാഹചര്യവും സന്ദർഭവും ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം കൂടി വേണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ 50-55 വയസ്സായവരല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ സ്പീക്കറെ കൊടുത്തു. നമുക്ക് ഈ സ്റ്റൂളിൽ ഇരുന്ന നടുവിന് പൊക്ക വ്യത്യാസം. അതൊക്കെ അതിനകത്ത് AC പോയി. പ്ലഗ് മാറ്റി കുത്താം. ഇതാണ് കുഴപ്പം, പ്ലഗ് പോയത്. അയ്യോ, കോഡ് വരല്ല പൊട്ടി. ഇത് വേറെ കോഡ് വരല്ല. ഇപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ബ്ലൂടൂത്ത് ഒന്ന് പഠിച്ചു നോക്കട്ടെ. എന്റെ കയ്യിലിരിക്കുന്ന ഈ പോസ്റ്റ് കാർഡ് ഉണ്ടാ, അത് ഈ ആംപ്ലിഫയർ ബോർഡ് എങ്ങനെ ഒരു സാധാരണ സ്പീക്കർ കൊടുത്താൽ ഞാൻ നോക്കിയിരുന്നേ. അപ്പോൾ നമുക്കൊരു 2.1 കൊടുത്ത് നല്ലപോലെ ഓളിയോ ഇട്ടടിച്ച് നോക്കിയാലേ ഈ പവർ സപ്ലൈ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ ഈ പവർ സപ്ലൈ നേരത്തെ കൊടുത്തിട്ടുള്ള അത് നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ആംബിയർ കിട്ടുന്ന നല്ല സൂപ്പർ പവർ സപ്ലൈ ആണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ പാട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ പവർ എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയതാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഈ പവർ സപ്ലൈ ബോർഡ് 2 ആംബിയറിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് അയച്ചു തരാം. ഒത്തിരി വർഷങ്ങളായിട്ട് വലിയ ഹോം തിയേറ്ററുകളിലും വലിയ വില കൂടിയ സാധനങ്ങളിലും മാത്രമാണ് ഈ ഡി ക്ലാസ് ആംപ്ലിഫയറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെറിയ വിലയ്ക്ക് ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ നമുക്ക് അവൈലബിൾ ആയത്. ശരിക്കും നമ്മൾ അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ആ ക്ലാരിറ്റി ശരിക്കും നമ്മൾ ആസ്വദിക്കണം. എ ക്ലാസ് ആണോ, ബി ക്ലാസ് ആണോ, സി ക്ലാസ് ആണോ, ഡി ക്ലാസ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഡി ക്ലാസ് ആംപ്ലിഫയറിൻ്റെ ആ സുഖവും ആ ക്ലാരിറ്റിയും അതിൻ്റെ ആ റേഞ്ചും ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ.
ആദ്യകാലം തൊട്ട് ഡി ക്ലാസ് ആംപ്ലിഫയറിൻ്റെ ഒരു ആരാധകനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് ഇത്ര വലിയ ഇഷ്ടം. അപ്പോൾ നിങ്ങളും അത് അനുഭവിച്ചറിയുക. മറ്റേതിനൊക്കെ കുറേ ശബ്ദം ഉണ്ടെന്നുള്ളതല്ലാതെ ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ ബോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കർ, അത് ശരിക്കും അതിന് ഒച്ചപ്പാടും ബഹളവും വലിയ ഇടിയും ചാട്ടവും ഒന്നും അല്ല അതിനുള്ളത്. അത് ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കുന്ന രീതി വേറൊരു രീതിയാണ്. അത് പിന്നെ ബാസും ട്രിബിളും മിഡ് റേഞ്ചും ട്യൂട്ടറിൻ്റെ റേഞ്ചും എല്ലാം കൂടി നല്ല രീതിയിൽ എല്ലാ ഫ്രീക്വൻസിയും ഒരേപോലെ അതിൻ്റെ റേഞ്ച് ഓഫ് ഇത് കേൾക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ക്ലാരിറ്റി തോന്നുന്നത്. അത് എത്ര നേരം വേണേലും അങ്ങനെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ അമിതമായ ബാസുള്ള സെറ്റുകളിൽ ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ തളരും, നമ്മുടെ ചെവി തന്നെ തളരും. ആദ്യം കേൾക്കുമ്പോൾ ആ സുഖം മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കാൻ എപ്പോഴും നല്ലത് ക്ലാസ് ഡി ആംപ്ലിഫയർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ലെഫ്റ്റ് ചുമ്മാ 2 സ്പീക്കർ മതി. മിഡ് റേഞ്ചും വേണ്ട, ട്യൂട്ടറും വേണ്ട, ഒന്നും വേണ്ട. ഏതാ ഡിജിറ്റൽ ആംപ്ലിഫയറിന് അതിൻ്റെ ഒരു ക്ലാരിറ്റി വേറെയാണ്. ആരെന്നാ പറഞ്ഞാലും ഡി ക്ലാസ് ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ പാട്ട് കേട്ടവൻ വേറെ ഒരു എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും ഒന്നും കേൾക്കാൻ പോകില്ല. അതിനെല്ലാം ഒരു ആണിയൊക്കെ ഒന്നാ. തുഞ്ചത്തെഴുത്താണി ഇങ്ങനത്തെ സപ്ലൈ ഇങ്ങനത്തെ തുഞ്ചത്തെഴുത്തച്ഛന്ന് കേട്ടില്ല, എന്നുള്ള തുഞ്ചത്തെഴുത്താണി. ഇത് നമ്മളൊരു 4.5 വോൾട്ട് സപ്ലൈ, 5 തന്നെ കൊടുക്കുന്നില്ല, 1.5, 3, 4.5 എടുത്തു. 4.5 വോൾട്ടിൽ ഇതിൽ പ്ലസ്. ഈ കളറൊന്നും കണ്ടൊന്നും വിചാരിച്ചേക്കല്ലേ കേട്ടോ. ഇവന്മാർ കളർ തിരിച്ചും മറിച്ചും ഒക്കെ ഇടും. ഈ ചൈനക്കാർക്ക് കളറൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അവർ തിരിച്ചും മറിച്ചും ഒക്കെ ഇടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിക്കോണം. ഊരിപ്പോയ സംഗീത. ഇനി അവൻ്റെ സപ്ലൈ കൂടെ വേണ്ടി മൈക്ക് എടുത്ത് എനിക്ക് മൈക്ക് വർക്ക് ചെയ്യുമെന്ന് അറിയാനായി പരിപാടി. മൈക്ക് എടുത്തോളൂ. ഇപ്പോൾ റേഡിയോ വർക്ക് ചെയ്യും. ഇമ്പനി എടുത്ത് നമ്മൾ ഇ പി പിന് ചേരോ. ഇ പി പിന് ചേർന്നേ ഒന്ന് കുത്താനേ. ഇപ്പോൾ ബ്ലൂടൂത്തേ കിടക്കും, അത് മാറ്റാനാണ്. മൈക്കിങ് എടുത്തേ. ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ അപ്പം ഹലോ 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 മോണോബോർഡില്ല അപ്പോൾ ഈ പ്രശ്നമൊന്നും വരികയില്ല. ഇത് നമ്മൾ ഒരു മോണോബോർഡാണ്, 100 വാട്ട്സ് ആണ് ഇത്. 100 വാട്ട്സ്, കറക്റ്റ് 100 വാട്ട്സ് മോണോബോർഡാണ്. നല്ല പെർഫോമറാണ്. എനിക്ക് ഈ സ്റ്റീരിയോ ബോർഡിനേക്കാളും ഇഷ്ടം ഈ മോണോബോർഡ്. അപ്പോൾ വില കൂടുവേ, 2 മോണോബോർഡ് വെക്കുമ്പോൾ വില കൂടും. ഇത് 470 രൂപയുള്ള, സാറിന് 220 ഇരട്ടി പവറാണ്, ഇരട്ടിക്ക് മേളിലാണ്. അപ്പം സ്പീക്കർ ഔട്ട് മേളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും, തിരിച്ചും മറിച്ചും സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പത്തിനുള്ളൂ. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഇന്നർ സ്പീക്കർ കൊടുക്കുകയാണ്. കാരണം സാധാരണ എല്ലാ ബോർഡിനെയും ഇവിടെ ഇന്നറാണ് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്യണമെങ്കിൽ അവസാനം ഞാൻ ചെക്ക് ചെയ്യും. സ്പീക്കറെ കൊടുത്ത് നമുക്ക് സപ്ലൈ കൊടുത്ത് അത് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും വോൾട്ടേജ് എങ്ങനെയാണ് വരുന്നത്. പിന്നെ സ്പീക്കറും കൊടുത്തു. ഇനി നമുക്ക് 2 ലൈനിന് ഞാൻ കൊടുക്കുക. ഇത് ഇവരുടെ ഒരു 2 ചാനൽ, 3 ചാനലുണ്ടല്ലോ, അത് 2 ചാനൽ കൊടുക്കുക. അതായത് ഒരു ബ്രൗണ് നെഗറ്റീവും ഒരു ചുമര പോസിറ്റീവും കൊടുക്കുകയാണ്. ഇതിൻ്റെ സ്വല്പം സെല്ലോ ടൈപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് 2 സപ്ലൈ കൊടുക്കാനുണ്ട്. ഈ മൈക്ക് നല്ലതാണോ? സപ്ലൈ അതിൻ്റെ കൊടുത്ത് അത് വർക്കായി. എന്നാ സൈലൻ്റാണെന്ന് തോന്നുന്നു. ആംപ്ലിഫയർ ഓണോന്ന് പോലും അറിയില്ല. അല്ല അല്ല ഇപ്പോഴാണ് ആംപ്ലിഫയർ. ഹലോ 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 ആ മൈക്ക് വർക്കിംഗ് ആണല്ലോ. ആടി ഹലോ 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 മൈക്രോഫോൺ ടെസ്റ്റിംഗ്. എക്കോ ഉണ്ട്. എക്കോയ്ക്ക് ഇനി ഈക്വലൈസർ എക്കോ കുറയ്ക്കാൻ റിമോട്ടേലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം മൈക്ക് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, അത് കേൾക്കാം. ഇത് മോണോ ബോർഡാണ്, വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് വെച്ച് നോക്കാം.
നമുക്ക് സെക്ഷൻ Bluetooth mode. ബ്ലൂടൂത്ത് മോഡ്. ഇതിൻ്റെ പേരെന്തെന്ന് നോക്കട്ടെ. അടി വന്ന് Q8 എന്നാണ് എൻ്റെ പേര്. Paired. ഹിയ. ഒരു പാട്ട് വെക്കാം. രാവിലത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ
മൈക്ക് വിത്ത് സെറ്റ് മിസ്റ്റർ ലൈറ്റ് റെഡിയാക്കുവാണ്. അതിന് പറ്റിയ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നാളെ ഇത് രാവിലെ തന്നെ ഫിനിഷ് ചെയ്യും. ഇത്ര നേരം ആയതുകൊണ്ട് ഇനി മടുത്തു. പിന്നെ അതിൻ്റെ വയറൊക്കെ ഇട്ടിരിക്കുന്ന ചേജ് കുറവ്, അതെല്ലാം ഗേജെല്ലാം കൂട്ടണം. അപ്പോൾ ടി വി നമ്മൾ ഇന്നത്തെ ഫിനിഷായി. ടി വി ഇനി നമ്മൾ മുറുക്കാൻ പോവാണ്. ടി വി ഇപ്പോൾ ഇത്ര ഒരു 3-4 മണിക്കൂറായി ഓണാക്കി ഇട്ടിരിക്കുകയാണ്. യാതൊരുവിധ പ്രശ്നവുമില്ല, ചൂടും വിഷയമൊന്നുമില്ല. അല്ല, ടി വി ഓക്കെയാണ്, ഓണാണ്. അപ്പോൾ ഞാൻ ടി വി സ്ക്രൂ ചെയ്യാൻ പോവാം. അപ്പോൾ അതിൻ്റെ കവറിഞ്ഞെടുത്തു. കവർ ഇവിടെ വെച്ചിരിക്കുക. ടി വിയുടെ ബോഡി ബോഡി അല്ല, ചൂടൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ചൂട് എല്ലാം സ്ക്രൂ മുറിക്കോ? എല്ലാം ആയല്ലോ. ഇനി ആ പുറകിലത്തെ സ്റ്റാൻഡോടെ പിടിപ്പീര്, അതുകൂടെ പിടിപ്പീരിപ്പാ. ഓക്കേ, സ്റ്റാൻഡോടെ പിടിപ്പിച്ചാൽ സ്ഥലം വിടാം. കൊളുത്ത് മേലോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട്. ടി വി നാളെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. ഓക്കെയാണ്. ചെക്കിങ് എല്ലാം കഴിഞ്ഞു. വാൾ മൗണ്ട് സ്റ്റാൻഡും പിടിപ്പിച്ചു.